ഇന്ന് നമുക്ക് ഒരു ഉപന്യാസം കേൾക്കാം. ഉപന്യാസ വിഷയം ദൈവിക പദ്ധതികൾ. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പദ്ധതിയും ഉദ്ദേശവുമുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ഉടലെടുക്കുവാൻ പോകുന്നവൻ എന്താകുമെന്ന് ദൈവം നിർണയിക്കും. ഉൽപ്പാദിതമായ ജീവന്റെ തുടിപ്പ് നിശ്ചലമായി ഭൂമിയോട് വിട പറയും വരെ ദൈവഹിതാനുസൃതമായാണ് ഓരോരുത്തരുടെയും ജീവിതചക്രം ഓടുന്നത്. 1000 മനക്കോട്ടകളും ആഗ്രഹങ്ങളും നെയ്തു കൂട്ടിയാലും സൃഷ്ടിച്ചവൻ്റെ പദ്ധതികൾ മാത്രം സഫലമാകും. കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്. വിലാപങ്ങൾ 3-ാം അധ്യായം 37-ാം വചനം ഇങ്ങനെ പറയുന്നു: ഒരുവൻ്റെ മേലുള്ള ദൈവിക പദ്ധതികളെ ഇല്ലാതാക്കുവാൻ അവന് സ്വയമോ ലോകത്തിലുള്ള യാതൊന്നിനോ സാധിക്കയില്ല. ഏതെല്ലാം സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയാലും ദൈവിക ഉദ്ദേശം ഓരോരുത്തരിലും പൂർത്തിയാകും. തിരുവചനത്തിലുടനീളം ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ട വ്യക്തികളെ നമുക്ക് കാണാം. ശാരീരിക പോരായ്മ പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ച മോശയിലൂടെ ദൈവിക പദ്ധതി പൂർത്തിയായി. ശത്രുവിൻ്റെ വെല്ലുവിളിക്ക് മുന്നിൽ ഭയപ്പെട്ട് ഇനി മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ച ഏലിയാവിലൂടെ ദൈവം ആഗ്രഹിച്ചത് 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനും എലീശയെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യാനുമായിരുന്നു. ആ ദൈവിക പദ്ധതി ഏലിയാവിനെ കൊണ്ട് തന്നെ ദൈവം പൂർത്തീകരിച്ചു. സാഹചര്യങ്ങളെ നോക്കി വഴിമാറി യാത്ര ചെയ്ത യോനയ്ക്കും ദൈവിക പദ്ധതി നിറവേറ്റേണ്ടതായി വന്നു. മാനുഷികമായ പരിമിതികളൊന്നും ദൈവിക പദ്ധതികൾക്ക് തടസ്സമാകുന്നില്ല. നമ്മിലൂടെയുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി കാൽച്ചുവടുകൾ വയ്ക്കുമ്പോൾ ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിക്കും. ദൈവിക പദ്ധതിക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുക. പൂർത്തീകരിക്കുന്നത് ദൈവമാണ്. കന്യകയായിരുന്ന മറിയ ദൂതനിൽ നിന്ന് കേട്ട ദൈവിക പദ്ധതി തികച്ചും വ്യത്യസ്തതയുള്ളതായിരുന്നു. മാനുഷിക രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പരിണതഫലം വേദനയേറിയതാണ്. എങ്കിലും ദൈവിക പദ്ധതിക്ക് വേണ്ടി മറിയ സ്വയം സമർപ്പിച്ചു. ലോകരക്ഷകനെ ഉദരത്തിൽ വഹിക്കുവാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചു. 4 ചുറ്റും പ്രതികൂല സാഹചര്യം മാത്രമെങ്കിലും ദൈവിക പദ്ധതി നിറവേറും. അതിനായി ആരെ ദൈവം തിരഞ്ഞെടുത്തുവോ അവരിലൂടെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതിക്കായി നമുക്കും സമർപ്പിക്കാം. അനുഗ്രഹീതരാകാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.